അസ്സലാമു അലൈക്കും. ഇന്ന് ഒരു യാത്ര പോകട്ടെ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് ഒരു അസുഖം എനിക്ക് ബാധിച്ചു. അത് കുറേ കാലമായിട്ടുള്ളതാണ് കേട്ടോ. വാൽവിന് ഹോൾസായിരുന്നു. 2004 മുതൽ കണ്ടതാണ് അസുഖം. ട്രീറ്റ്മെൻറ്റിന് ഇങ്ങനെ വൈകി ഒരുപാട് വൈകിപ്പോയി. ഇപ്പോൾ ഒരു വർഷമായിട്ട് സായിബാബ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു വർഷമായിട്ട് ഇപ്പോൾ പോക്കണം. അതിൻ്റെ മുന്നേ 2004 മുതൽ 2009 വരെ പോയി ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തതായിരുന്നു. മരുന്നൊക്കെ കുടിച്ചിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കാലം മരുന്നൊന്നും കൂടി ഇല്ലാതെയായി. ഇപ്പോൾ അസുഖം കുറച്ച് കൂടുതലായി. വീണ്ടും അവിടെ പോയി. അസുഖം കൂടുതലായപ്പോൾ ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയിട്ടാണ്. അവിടെ ചെന്ന് അഡ്മിറ്റായി. 15 ദിവസം അവിടെ അഡ്മിറ്റായി. അപ്പോഴാണ് അറിയുന്നത് ഹാർട്ട് മൊത്തം കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്, അത് മാറ്റണമെന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടോ. പിന്നെ രക്ഷയില്ല, അവിടെ ഒന്നും ഇല്ലല്ലോ മാറ്റാൻ. പിന്നെ അതിന് ലക്ഷങ്ങൾ ചിലവും വരും. അത് മറ്റൊരാളത് കിട്ടുകയൊക്കെ വേണ്ടേ. അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ വീണ്ടും സായിബാബ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോയിട്ട് അങ്ങനെ പോകുന്ന വീഡിയോകളാണ് ഇതൊക്കെ. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് പുറപ്പെട്ടു. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിനിൽ ബാംഗ്ലൂർ ടിക്കറ്റ് എടുത്ത് പാലക്കാട് പോയി ഇറങ്ങി. പാലക്കാട് നിന്നും ബാംഗ്ലൂർ വൈറ്റ് ഫീൽഡ് എന്ന സ്ഥലത്ത് ഇറങ്ങി. അവിടെ നിന്ന് മെട്രോയ്ക്ക് സായിബാബ ഹോസ്പിറ്റലിൽ പോയിട്ടാണ്. ഇത് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലാണ് കാണുന്നത്. ഇത് ഒരു ഫസ്റ്റത്തെ പോക്ക് വീഡിയോ ആണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് 2-3 പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ അതിൻ്റെ ബാക്കിൽ വരും കേട്ടോ. അപ്പോൾ അന്ന് അവിടെ പോയി അതിൻ്റെ ഉള്ളിൽ ഒരുപാട് നാട്ടിൽ നിന്നുള്ള രോഗികളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഇത് കണ്ട രോഗികളെ കൊണ്ടുപോകാനുള്ള സംവിധാനം. ഫസ്റ്റ് വരുന്ന രോഗികളെ ഇവിടെ താഴെ ഒരു വരുന്നിടത്ത് തന്നെ അവർക്കുള്ള എല്ലാ ചെക്കപ്പും അവരുടെ റിസൾട്ടുകളൊക്കെ അവിടെ ചെക്ക് ചെയ്തതിന് ശേഷം ആണ് ഇപ്പോൾ ഈ വണ്ടി കൊണ്ടുപോകുന്നുണ്ടല്ലോ. അവിടുന്ന് ഈ വണ്ടിയിൽ കയറ്റിയിട്ടാണ് ഈ വലിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരിക. ഇവിടെ എല്ലാ ട്രീറ്റ്മെൻറ്റും ഫ്രീ ആണ് കേട്ടോ. ഒരു രൂപ പോലും ഇവിടെ എവിടെയും വാങ്ങൂല. ആർക്കും വരാം കേട്ടോ. ആർക്കും പ്രത്യേകതകളൊന്നുമില്ല. എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെൻറ്റ്, ഒരേ ഭക്ഷണം, അതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. എത്ര ലക്ഷം ചിലവുള്ള ഓപ്പറേഷൻ ആണെങ്കിലും 1 രൂപ പോലും അവർ വാങ്ങൂല കേട്ടോ. അങ്ങനെയൊക്കെ ഫുൾ ട്രീറ്റ്മെൻറ്റും ഫ്രീ കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് സായിബാബയുടെ ഹോസ്പിറ്റൽ. അത് ബാംഗ്ലൂർ വൈറ്റ് ഫീൽഡ് മെട്രോ ഇറങ്ങിയിട്ട് അങ്ങനെയും പോകാം. ബാംഗ്ലൂർ മജസ്ട്രിക്കിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് മെട്രോക്ക് കയറി സായിബാബ ഹോസ്പിറ്റലിൽ വരട്ടോ. സായിബാബ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു മെട്രോ സ്റ്റേഷൻ തന്നെ ഉണ്ട്. മെട്രോ അവിടെ എത്തുമ്പോൾ ഇങ്ങനെ പറയും സായിബാബ ഹോസ്പിറ്റൽ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവിടെ ഇറങ്ങിയാൽ മതി. സായിബാബ ഹോസ്പിറ്റൽ ഇവിടെ മാത്രമല്ല കേട്ടോ ഉള്ളത്. പുട്ടപ്പർത്തി പറഞ്ഞ ആന്ധ്രാപ്രദേശിലും ഉണ്ട്. അവിടേക്കും ഇതേപോലെ ട്രെയിനും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചെന്ന് എല്ലാ ട്രീറ്റ്മെൻറ്റും അവിടെ ചെയ്യുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും ഫ്രീ ആണ്. ആർക്കും പോകാം. അങ്ങനെയല്ല 1-2 യാത്രകളിലുള്ള വീഡിയോകളാണ് ഇതെല്ലാം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ കേട്ടോ. ഞങ്ങൾ അവിടുന്ന് പാർസൽ ഭക്ഷണം വാങ്ങിയതാണ്. അങ്ങനെ ട്രീറ്റ്മെൻറ്റിൽ ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ കാണിച്ച് അവിടെ നിന്ന് എല്ലാ ചെക്കപ്പുകളും ആദ്യ ദിവസം പോയെന്ന് എക്കോ, ECG അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടോ. അതിന് ശേഷം അവിടെ അന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് അവിടെ റൂം എടുത്ത് നിൽക്കുക. പിറ്റേന്നും ചെല്ലാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ നമുക്ക് നാട്ടിലേക്ക് പോരൽ ബുദ്ധിമുട്ടല്ലേ.
അപ്പോൾ അവിടെ അടുത്ത റൂം എടുത്തു. അവിടെ റൂമിനൊക്കെ ഭയങ്കര റേറ്റ് കേട്ടോ, 1500 മുതൽ 1600 വരെയൊക്കെയാണ്. അപ്പോൾ ഈ വൈറ്റ് ഫീൽഡ് പറഞ്ഞ സ്ഥലത്തേക്ക് മെട്രോക്ക് 20 രൂപ കൊടുത്ത് പോയാൽ അവിടെയാണ് റൂമുകൾക്കൊക്കെ റേറ്റ് കുറവില്ല സ്ഥലം കേട്ടോ. റേറ്റ് കുറവില്ല സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾ റൂം എടുത്തു. അവിടെ റൂമിന് 500 കിട്ടും, ചിലപ്പോൾ 300 റൂമുകളൊക്കെ കിട്ടും. നല്ല റൂം തന്നെ കേട്ടോ, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല റൂമുകളൊക്കെ തന്നെയാണ് കിട്ടുക. അപ്പോൾ അവിടെ ചിലപ്പോൾ മാസങ്ങളോളൊക്കെ നിൽക്കുന്ന ആളുകളുണ്ട് ട്രീറ്റ്മെൻറ്റിന് പോയിട്ട്. അപ്പോൾ അവർക്കവിടെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളൊക്കെ റൂമിലുണ്ടാവും. വാടകയ്ക്ക് ഗ്യാസ് അടുപ്പും സ്റ്റൗവൊക്കെ അവിടെ തന്നെ കിട്ടും കേട്ടോ. പാത്രങ്ങളും എല്ലാം വാടകയ്ക്ക് കിട്ടും. അവിടെ നമ്മൾ റൂം എടുത്തിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി നമുക്ക് വീട്ടിൽ റൂമിൽ വെച്ച് വേണമെങ്കിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാം കേട്ടോ. കൂടുതൽ ദിവസം നിൽക്കേണ്ട രോഗികൾക്കൊക്കെ നല്ലതാണ് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ. അല്ലാതെ ഹോട്ടലിലൊക്കെ പോയി കഴിക്കണമെങ്കിൽ നല്ല പൈസ വേണം. ഞാൻ സായിബാബൻ്റെ ക്യാൻറ്റീൻ ഉണ്ട് കേട്ടോ അവിടെ. ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ ക്യാൻറ്റീൻ ഉണ്ട്. അവിടെയൊക്കെ റേറ്റ് ഒരു പാകത്തുള്ളൂ. 30 രൂപ കൊടുത്താൽ നമുക്ക് ഉച്ച ഭക്ഷണം കഴിക്കാം. അതായത് കുറച്ച് ചോറും ചപ്പാത്തി ഒക്കെ കിട്ടും. അതേപോലെ രാവിലെ നമുക്ക് ഒരു 25 രൂപ ഉണ്ടെങ്കിൽ ഒരാൾക്ക് ചായയും കഴിക്കാം കേട്ടോ. ചായ, ഉപ്പുമാവ്, ഇഡ്ഡലി എല്ലാം ഉണ്ടാവും. അവിടുന്ന് ക്യാൻറ്റീനിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ പൈസ ഒന്നും വരില്ല. അതേപോലെ തന്നെ നമ്മൾ റൂം എടുക്കുന്നിടത്തുണ്ട് സായിബാബ ക്യാൻറ്റീൻ. ക്യാൻറ്റീനല്ല കേട്ടോ, അവിടെ എഴുതി വെച്ച പേര്. അവിടെ ഭക്ഷണമുണ്ട്. അവിടെ സായിബാബൻ്റെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, കോളേജുകളുണ്ട്, അങ്ങനെ ആരാധനാലയങ്ങളുണ്ട്. അതിൻ്റെ ഒക്കെ ഇടയിലാണ് ഈ ഗോകുലം എന്നാണ് അതിൻ്റെ പേര് ഗേറ്റ് മേലെ എഴുതിയിട്ടുണ്ടാകുക. അവിടെ അതിൻ്റെ ഉള്ളിൽ ആർക്കും കയറി ചെല്ലാം കേട്ടോ. ഭക്ഷണ ടൈമാകുമ്പോൾ രാവിലെ 7 മുതൽ രാവിലെ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങും 8:30 വരെ. ഉച്ചക്ക് 12:30 മുതൽ 1:30 വരെ. അതേമാതിരി രാത്രി 7 മുതൽ 8:30 വരെ. ഈ ടൈമിൽ ചെന്നാലേ അവിടെ ഭക്ഷണം ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ ഭക്ഷണങ്ങളൊക്കെ അവിടെ പോയി കഴിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അല്ലാത്ത ആളുകൾക്കൊക്കെ ഈ റൂം എടുത്തൊക്കെ താമസിക്കുന്നവർക്ക് ഗ്യാസും എല്ലാം വാടകയ്ക്ക് കിട്ടും. അതൊക്കെ വാങ്ങിയിട്ട് അങ്ങനെയും ചെയ്യാം. ഹോട്ടലിൽ 1-2 ദിവസത്തിനൊക്കെ നിൽക്കുന്നവർക്കൊന്നും വലിയ പ്രശ്നമില്ല. അതൊക്കെ ഹോട്ടലിൽ നിന്നോ ഒക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞ് പോകാം. കൂടുതൽ ദിവസം നിൽക്കുമ്പോൾ അതൊന്നും വാങ്ങി കഴിക്കൽ നടക്കില്ലല്ലോ. അപ്പോൾ ഗ്യാസ് ഇതൊക്കെ വാടകയ്ക്ക് കിട്ടും. അത് എടുക്കാൻ വെള്ളം വാങ്ങാൻ കിട്ടും. ഒക്കെ നമ്മളെടുക്കുന്ന റൂമിൻ്റെ അടുത്ത് തന്നെ വാട്ടർ ബോട്ടിലുകളൊക്കെ ഉണ്ടാവും. 10 ലിറ്റർ 15 ലിറ്റർ രൂപൻ്റെ ഒക്കെ. അതൊക്കെ ഒന്ന് വാങ്ങി വെച്ചാൽ ഭക്ഷണമൊക്കെ പാകം ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഹോസ്പിറ്റൽ വലിയ ഹോസ്പിറ്റലാട്ടോ. ഇതിൽ ഒരുപാട് സ്ഥലമുണ്ട്. ഒരു പാർക്ക് മാതിരിയാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലങ്ങളും ഇതൊക്കെ ഉണ്ടല്ലേ. ഇതിലൊക്കെ നടക്കാനും കിടക്കാനൊക്കെ സൗകര്യം ഉണ്ട് കേട്ടോ. ഇവിടേക്ക് ഒരു രോഗിൻ്റെ കൂടെ ഒരാളെ മാത്രമേ കടത്തി വിടുള്ളൂ കേട്ടോ. രോഗിയും ഒരാളും മാത്രമേ. ആരെന്ത് പറഞ്ഞാലും വേറൊരാളെ ഉള്ളിലേക്ക് കടത്തി വിടില്ല. ഒരു രോഗിൻ്റെ കൂടെ ഒരാൾ മാത്രം. കുട്ടികളാണെന്നുണ്ടെങ്കിൽ 2 ആൾക്ക് കയറാം. അപ്പോൾ അവിടെ അതിൻ്റെ ആവശ്യമുള്ളൂ. ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ നമ്മുടെ രോഗീൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകൾക്ക് പണികളൊന്നും ഉണ്ടാവില്ല കേട്ടോ. എല്ലാം അവരുടെ ആളുകൾ തന്നെ ചെയ്യും. നമ്മളൊരു ഡോക്ടറെ അടുത്ത് നിന്ന് കണ്ട് വേറെ റിസൾട്ട് വാങ്ങാൻ പോകണമെങ്കിലൊക്കെ അവർ പറഞ്ഞു തരും, അല്ലെങ്കിൽ അവർ നമ്മളെ കൂടെ വന്ന് കണ്ട സ്ഥലം കാണിച്ചു തരും. അപ്പോൾ ഒപ്പം നിൽക്കുന്ന ആളുകൾക്കൊന്നും ഇവിടെ പ്രയാസങ്ങളില്ല. അതിനൊക്കെ നല്ല സൗകര്യം. അവരുടെ ആളുകൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവും, നമുക്ക് വഴി കാട്ടിത്തരാനും. ഭാഷ അറിയാത്ത ബുദ്ധിമുട്ടൊന്നും അവിടെ ഇല്ല. ഭാഷ അറിയുന്ന ആൾ ഉണ്ടാകുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്.
ഇല്ലയെന്ന് കരുതിയിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കറിയുന്ന ഭാഷക്കാരവർ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു കൊണ്ടുവരും. അപ്പം അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അസുഖം കൊണ്ടൊക്കെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മാർഗം സ്വീകരിക്കാവുന്നതാണ് കേട്ടോ. നല്ല മികച്ച ചികിത്സകളാണ് അവിടെ കിട്ടുക. അവിടെ ചികിത്സ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. വെയിറ്റിംഗ് ലിസ്റ്റൊക്കെ ഉണ്ടാവും. ഒരുപാട് ടൈം നമ്മൾ പോകേണ്ടി വരും. ടെസ്റ്റുകളൊക്കെ ഒരു ദിവസം ചിലപ്പോൾ ഒരു ടെസ്റ്റൊക്കെ നടത്തുള്ളൂ. അപ്പോൾ പിറ്റേന്നും ചെല്ലാൻ പറയും. അപ്പോൾ നമ്മൾ റൂം എടുത്ത് പുറത്ത് നിൽക്കണം. അങ്ങനത്തെ ഒക്കെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ട്രീറ്റ്മെൻറ്റിന് പൈസയൊന്നും ആവില്ല. നല്ല മികച്ച ചികിത്സ കിട്ടും. അപ്പോൾ ഒരു വട്ടം പോയാലൊന്നും നമ്മൾ വിചാരിച്ച മതി പെട്ടെന്നൊന്നും നടക്കില്ല. അടുത്ത പ്രാവശ്യം അതിനായിട്ട് നമ്മൾ പോകേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് ബാംഗ്ലൂർ. അപ്പോൾ എനിക്ക് ഈ ഹാർട്ടിൻ്റെ പ്രശ്നം ഉണ്ടായത് മുതൽ നമ്മളവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ അത്ര സ്ട്രോങ് ആയത് ഇപ്പോൾ അടുത്ത ഒരു 2 മാസം ആയിട്ടുള്ളൂ. അപ്പോഴാണ് പെട്ടെന്ന് സുഖമില്ലാതായി. വലിയ പെരുന്നാളിന് അടുപ്പിച്ച് അസുഖം വേദനകളൊക്കെ കൂടി പെട്ടെന്ന് ബാംഗ്ലൂർക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ ഡേറ്റ് 1 മാസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അവിടെ ആദ്യം ബുക്ക് ചെയ്യണം. നമ്മൾ 1 മാസം മുന്നേ ബുക്ക് ചെയ്തിടണം. അപ്പോൾ അതവിടെ കിട്ടില്ല. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി അഡ്മിറ്റായി 15 ദിവസം. അവിടെ നിന്നാണ് പറഞ്ഞത് ഹാർട്ട് മാറ്റി വെക്കണം, വേറെ മാർഗമില്ല. അപ്പം അങ്ങനെ അവിടുത്തെ മരുന്നാണ് ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുളികകളും മരുന്നുകളൊക്കെ കോഴിക്കോട്ടത്തതാണ്. ട്രീറ്റ്മെൻറ്റൊക്കെ അവിടെയാണ്. ബാംഗ്ലൂർ പിന്നെ എല്ലാ ടെസ്റ്റുകളും അവിടുന്ന് നടത്തുന്നുണ്ട്. അവിടെ ടെസ്റ്റുകളൊക്കെ നടത്തി എന്താണ് അവർ ചെയ്യുമോ ഇല്ലയെന്നൊന്നും ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. പക്ഷേ അവിടെ മാറ്റി വെക്കുന്ന സമ്പ്രദായം അവിടെ ഇല്ല. കംപ്ലൈൻറ്റ് ഉള്ളതൊക്കെ മാറ്റി വേറാക്കി തരും എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ചെയ്താലും മതി. പക്ഷെ അതിനും അവർ ചെയ്യുമോ ഇല്ലേ എന്നുള്ളത് ഉറപ്പില്ല കേട്ടോ. അപ്പം അതിനിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കണം. ഇനിയിപ്പോൾ അടുത്ത പോകാനുള്ളത് 17-ാം തീയതി പോകണം. അങ്ങനെ ഒരു യാത്രയിലാണ് കേട്ടോ. അവിടെ ചെന്ന് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ് ഉച്ച സമയമാകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വിടും. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങുമ്പോൾ എടുക്കുന്ന വീഡിയോസ് ആട്ടോ അതൊക്കെ. അതിൻ്റെ ഉള്ളിലൊക്കെ ഇവിടെ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുമ്പോൾ ഓരോ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു കൊണ്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് വരുന്ന കുറച്ച് വീഡിയോകളാണ് ഇനി വരാനുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴൊക്കെ ഞങ്ങൾ ട്രെയിനായിട്ട് എന്നും പോകുക. അവരൊക്കെ രാത്രിയാണ്. അപ്പോൾ ലാസ്റ്റ് ഒരു ദിവസം ഇങ്ങോട്ട് നാട്ടിൽ പോന്നപ്പോൾ ബസ്സിന് പോരാന്നുള്ളൊരു തീരുമാനം. അങ്ങനെയാണ് മൈസൂർക്കറ്റം ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിനിന് വന്ന് മൈസൂരിൽ നിന്ന് നിലമ്പൂരിലേക്കുള്ള ബസ്സിന് പോന്നു കേട്ടോ. അതിൽ പോരുമ്പോഴുള്ള ഓരോ കാഴ്ചകളാണ് ഈ കാണുന്നത്. മൈസൂരിൽ നിന്ന് ഗൂഡല്ലൂരിലേക്കുള്ളൊരു ബസ് കിട്ടിട്ടോ. ആ ബസ് ഇങ്ങനെ വരുന്നത് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ്. നല്ല രസമുള്ള കാഴ്ചകൾ. കുറേ ഫോറസ്റ്റ് എത്തുന്നതിൻ്റെ മുന്നേ കുറേ കൃഷിത്തോട്ടങ്ങൾ, അതിലെ മല്ലിക പൂ, അതേപോലെ മറ്റ് ചെടികൾ, എല്ലാ കൃഷികളും കാണാൻ പറ്റും കേട്ടോ. കരിമ്പുകൾ കാണാൻ പറ്റും. സൂര്യകാന്തി ചെടികൾ കണ്ടോ, ഇതൊക്കെ സൂര്യകാന്തി ചെടികളാണ്. അങ്ങനെ നല്ല വൈവിധ്യമാർന്ന ഒരുപാട് അനുഭവങ്ങളിലൂടെ അങ്ങനെ കണ്ട് രസകരമായ ഒരു യാത്ര നടത്തട്ടെ ഈ റൂട്ടിൽ. അത് കഴിയുന്നതോടുകൂടി ഫോറസ്റ്റാണ്. ഫോറസ്റ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ മാനുകൾ, ആന, അതേപോലെ പല മൃഗങ്ങളെയും ഇവിടെ കാണാൻ പറ്റും. ഇതുകൊണ്ട് മാനുകളൊക്കെ കടന്ന്
ഉച്ച ടൈമിലാണ് ഇതിൽ പാസ് ചെയ്യുന്നത്. അപ്പോൾ അവരൊക്കെ ഭക്ഷണം കഴിച്ച് കിടക്കാൻ തോന്നുന്നു. ഒരുപാട് മാൻകൂട്ടങ്ങളെ കാണാൻ പറ്റും കേട്ടോ ഈ റൂട്ടിൽ. അതേപോലെ തിരിച്ച് നാട്ടിലെത്താനായിട്ടാണ്. അപ്പോൾ അങ്ങനെ മൈസൂരിൽ നിന്ന് വരുമ്പോഴുള്ള ഗുണ്ടൽപേട്ട കഴിഞ്ഞിട്ടുള്ള കാടുകളാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. അങ്ങനെ കാടിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ അങ്ങനെ കണ്ടു പോരാണ്.